കരിവേട്ട മൂവി ഇതാ ഇപ്പൊ കണ്ടിറങ്ങിയതേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട് പരിചയമുള്ളവരും അല്ലാത്തവരായിട്ടുള്ള കുറച്ച് പേര് ആ സിനിമയിലുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് എടുത്തു പറയാനുള്ള സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹം ഒരു പോലീസുകാരനായിട്ട് കുറച്ചധികം സ്ക്രീൻ ടൈം ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടുപേര് സ്ക്രീനിൽ ജസ്റ്റ് അവർ വന്നു പോകുന്നുണ്ട്, ജൂഡി അതുപോലെ തന്നെ അഷ്റഫ് എന്ന് പറയുന്ന നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ അവരുണ്ട്. പിന്നെ ആര്യ സലിം അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ആദിവാസി നേതാവായിട്ടുള്ള ക്യാരക്ടറാണ്, പക്ഷെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ആദിവാസി സ്ലാങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആ ഭാഷയൊക്കെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ടോവിനോ അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല സിനിമയാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രമേയം വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു ആദിവാസി ഭൂസമരമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണല്ലോ. അപ്പോൾ അവരിലേക്ക് നമുക്കൊരു ഇമോഷണലി ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. ഒരല്പം കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യായിരുന്നെങ്കിൽ. സിനിമയ്ക്ക് അവരുടെ നിർമ്മാതാക്കൾക്ക് പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അവർ സിനിമാറ്റിക് ഫീൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയോ ഒന്ന് ഇമോഷണലി കണക്റ്റ് ആവാതെ ഫീൽ ചെയ്തു. പക്ഷേ ഒരു നല്ല സിനിമ തന്നെയാണ്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ പോലും ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. കേരളത്തിലെ എല്ലാ പോലീസുകാരും മോശമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ കുറച്ചു പേരെങ്കിലും ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പോലീസുകാർ പ്രിവിലേജ്ഡ് അല്ലാത്ത, പദവികളില്ലാത്ത, അധികാരമില്ലാത്ത, പണമില്ലാത്ത മനുഷ്യരോട് ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ ചെറുതൊന്നുമല്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊന്നും എത്രത്തോളം വൈറലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ഒരു വീട്ടുജോലിക്ക് പോയ സമയത്ത് അവിടുന്ന് എന്തോ മാല മോഷണം പോയി എന്ന് പറഞ്ഞിട്ട് ഇവരാണ് മോഷണം നടത്തിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവരെ ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ നിർത്തിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ദ്രോഹമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടെ ഉണ്ട് എന്നുകൂടെയാണ് ഈ സിനിമ മാത്രമല്ല, മൊത്തത്തിൽ സമൂഹവും ഒന്ന് മാറി ചിന്തിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അധികാരങ്ങളില്ലാത്ത, പ്രിവിലേജ് ഇല്ലാത്ത മനുഷ്യർ, അവർ മനുഷ്യരാണ്. ഞാനും നിങ്ങളും എല്ലാവരെയും പോലെ തന്നെ ഒരേ മനുഷ്യ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ചേർത്ത് പിടിക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത കൂടെ നമുക്കുണ്ടാവണം എന്നാണ് ഞാനിതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നതേ ഉള്ളൂ. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ നഷ്ടമാവില്ല. ഒരു നല്ല സിനിമയാണ്, പക്ഷേ ഗംഭീര സിനിമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഓരോ ആളുകൾക്കുണ്ടാവുക. എന്നാലും ഒരു നല്ല